ഞാൻ ഇത് ബീഫ് ഉണ്ടാക്കാനായിട്ട് ബീഫ് കഴുകി നുറുക്കി വാരിയെടുത്ത് കഴുകി എന്നിട്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല എല്ലാം കൂടെ ചൂടാക്കി ഉപ്പും കൂടി ഇട്ട് ബീഫ് തിരുമ്മി അങ്ങ് മാറ്റി വെച്ച് അടുത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് എണ്ണ എടുത്ത് വെച്ച് കടുക് കൂട്ടി നമ്മുടെ സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില എല്ലാം കൂടെ ഞാനിത് ഈ എണ്ണയ്ക്കകത്തിട്ടിട്ട് വഴട്ടുവാണേ. വഴറ്റിയിട്ട് ഇത് നല്ല കളറാകുമ്പോഴത്തേക്കും നമ്മൾ ഈ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇത് വെച്ചിട്ട് പാകത്തിന് ഉപ്പ് ചേർന്ന് ഉപ്പ് ബീഫോടും ചേർത്ത് വെള്ളം ഒഴിച്ച് വേകാൻ വെക്കുക. നല്ല സ്പെഷ്യല് ബീഫാണ്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കറിക്ക് കൊഴുപ്പ് വേണ്ടവർക്കാണെങ്കിൽ തേങ്ങ വറുത്തരച്ച് ഇത് നല്ല കൊഴുപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത്